അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേറെ ആരുമില്ല, ബിബിൻ സാറാണ്. സെക്കൻഡ് എഞ്ചിനീയർ ആണ്, ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന സെക്കൻഡ് എഞ്ചിനീയർ ആണ്. അപ്പൊ ചമ്മ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ ചേട്ടൻ ബിബി സാറ് പറയും, സെക്കൻഡ് എഞ്ചിനീയർ. അപ്പൊ പുള്ളിക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാനുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. ഹായ് ഓൾ, ഞാൻ ബിബിൻ ബേബി, മർച്ചന്റ് നേവിയിൽ സെക്കൻഡ് ഇയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഏകദേശം 7-8 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രില്യൻ ബ്രെയിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയും അതിന്റെ സർവീസിനെ പറ്റിയുമാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്രില്യൻ ബ്രെയിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു 2 years ബാക്ക് ആണ്. ഒരുപാട് പിള്ളേർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് 10 ബാച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുകയും ചെയ്തു. ബേസിക്കലി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർച്ചന്റ് നേവി കരിയർ ഗൈഡൻസ്, അതുപോലെ തന്നെ IMU CET എൻട്രൻസ് എക്സാം, അതുപോലെ തന്നെ മർച്ചന്റ് നേവിയിലേക്ക് വേണ്ടിയുള്ള സ്പോൺഷിപ്പ് എക്സാം. ഇത് വെക്കുന്നതെല്ലാം കേട്ട് കഴിഞ്ഞാൽ കുറെ പേർക്ക് ഇത് പുതിയ വാക്കുകളായിരിക്കും. അപ്പോൾ എന്താണ് IMU CET എൻട്രൻസ് എക്സാം എന്ന് നമുക്ക് നോക്കാം. IMU CET എൻട്രൻസ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മർച്ചന്റ് നേവിയിലേക്ക് ഇപ്പോൾ +2 സയൻസ് എടുത്ത് പഠിച്ച ഒരാൾക്ക്, +2 സയൻസിൽ നമുക്ക് PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സ് 60% ഉള്ള ആൾക്ക് മർച്ചന്റ് നേവിയിലേക്ക് കടന്നു വന്നുമെങ്കിൽ, ഒരു ഓഫീസർ റാങ്കിലേക്ക് കടന്നു വന്നുമെങ്കിൽ നമ്മൾക്ക് മാൻഡറ്ററി ആയിട്ട് പാസ് ആവേണ്ട ഒരു എൻട്രൻസ് എക്സാം ആണ് IMU CET അല്ലെങ്കിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. ഇത് എല്ലാ കൊല്ലവും ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയാണ് നടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം എല്ലാ പിള്ളേരും, +2 കഴിഞ്ഞ പിള്ളേരെല്ലാം പാസ്സായാലും മാത്രമാണ് നമുക്ക് മർച്ചന്റ് നേവിയിൽ നല്ലൊരു കോഴ്സ് എടുക്കാൻ സാധിക്കുള്ളൂ. കോഴ്സ് എന്ന് പറയുമ്പോൾ DNS ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, അതുപോലെ BSc നോട്ടിക്കൽ സയൻസ്, അതുപോലെ BTech മറൈൻ എഞ്ചിനീയറിംഗ്. ഈ 3 കോഴ്സുകളിലേക്ക് നമുക്ക് കമ്പൽസറി ആയിട്ട് IMU CET മാൻഡറ്ററി ആണ്. അത് DG ഷിപ്പിങ്ങിന്റെ റൂളാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പിള്ളേരെ പ്രിപ്പയർ ആക്കുക. ബാക്കിയുള്ള നീറ്റ് എക്സാം ഒക്കെ പോലെ തന്നെ മർച്ചന്റ് നേവിയിലേക്ക് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിന് പിള്ളേരെ പ്രാപ്തരാക്കുക എന്നാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മറ്റൊരു സർവീസാണ്, ഒരുപാട് ഷിപ്പിംഗ് കമ്പനികൾ പിള്ളേർക്ക് സ്പോൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. മർച്ചന്റ് നേവിയിൽ ജോബിന് വരുമ്പോൾ ഏറ്റവും മേജർ ആയിട്ടുള്ള റിസ്ക് ആണ് ജോബ് കിട്ടുമോ എന്നുള്ള കാര്യം. കാരണം ഈ ഒരു കോഴ്സിനൊക്കെ അത്യാവശ്യം നല്ലൊരു ഫീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് ഫീസ് നല്ല ഹൈ ആയതുകൊണ്ട് തന്നെ പല മാതാപിതാക്കൾക്കും ഏറ്റവും ഡൗട്ടുള്ള കാര്യമാണ് പഠിച്ചിറങ്ങിയാൽ ജോലി കിട്ടുമോ എന്നുള്ള കാര്യം. അപ്പോൾ പല ഷിപ്പിംഗ് കമ്പനികളും ഇപ്പോൾ പ്രീ സ്പോൺഷിപ്പ് കൊടുക്കുന്നത്, അതായത് +2 കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ജോബ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഈ ഒരു സ്പോൺഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്പോൺഷിപ്പ് എടുത്ത് പഠിക്കാൻ മാത്രമാണ് നമ്മൾ എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്നത്. സ്പോൺഷിപ്പ് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരരുത് എന്ന് മാത്രമേ ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടൊരു ഗൈഡ് ലൈൻസും അത് തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, മർച്ചന്റ് നേവിയിലേക്ക് ഒരുപാട് കോളേജുകൾ പിള്ളേരെ പഠിപ്പിച്ചു വിടുന്നുണ്ട്, പക്ഷേ ഒരു 80% ജോബ്ലെസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ, മർച്ചന്റ് നേവി കോഴ്സ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്പോൺഷിപ്പ് എടുത്ത ശേഷം മാത്രം പഠിക്കുക. അപ്പോൾ ഈ ഒരു സ്പോൺഷിപ്പിന് വേണ്ടിയുള്ള ഒരുപാട് ഇന്റർവ്യൂസും എക്സാംസും ഒക്കെ പല ഷിപ്പിംഗ് കമ്പനികളും നടത്താറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആംഗ്ലോ ഓഷ്യൻ, അതുപോലെ തന്നെ ഗ്രേറ്റ് ഈസ്റ്റേൺ, സിനർജി, MSC, സ്കോർപിയോ, ഇതുപോലെ ഒരുപാട് ഷിപ്പിംഗ് കമ്പനികളും അവർക്ക് സ്വന്തമായിട്ടുള്ള കോളേജുകളും ഒക്കെ ഇതുപോലുള്ള ഒരുപാട് സ്പോൺഷിപ്പ് എക്സാംസും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിന് പിള്ളേരെ പ്രാപ്തരാക്കുക. ബേസിക്കലി ഇതിന് വരുന്നത് +2ന്റെ PCM ടോപ്പിക്സ്, ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ്, ഇതുപോലുള്ള ടോപ്പിക്കുകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇവിടെ പഠിപ്പിക്കുന്നത് IMU CETക്കും അതുപോലെ തന്നെ ഈ സ്പോൺഷിപ്പ് കോച്ചിങ്ങിനും പിള്ളേരെ പ്രാപ്തരാക്കുക എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ ബേസിക്കലി ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യേണ്ടത് നിങ്ങൾ മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ +2ന് ശേഷം, +2 സയൻസ് എടുത്ത് പഠിച്ച പിള്ളേർക്ക് മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ, +2ന് 60% മാർക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കറന്റ് +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ സാധിക്കും. കാരണം അവർക്ക് അസംഷനിലാണ്, നമ്മൾ 60% മാർക്ക് കിട്ടുമ്പോൾ അസംഷനിൽ അവർക്ക് അടുത്ത കൊല്ലത്തെ IMU CET എക്സാം എഴുതാൻ സാധിക്കും. കാരണം റിസൾട്ട് വരുന്ന വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് IMU CET എക്സാമിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ അത്രയും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ ആപ്ലിക്കേഷൻ ഓൾമോസ്റ്റ് ഒരു ഏപ്രിൽ മെയിലൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് മിക്കവാറും റിസൾട്ട് ഒന്നും പബ്ലിഷ് ആവില്ല. സോ നമ്മൾ എത്രയും വേഗം +2 കഴിയുമ്പോൾ തന്നെ ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ IMU CETക്ക് അതിനുശേഷം പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രിപ്പറേഷനാണ് നമ്മളിവിടെ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോച്ചിങ് ചേരുന്ന പിള്ളേർക്ക് വളരെ കൃത്യമായിട്ടൊരു ഗൈഡ് ലൈൻസ് കൊടുത്ത ശേഷം മാത്രമാണ് കോച്ചിങ്ങിലേക്ക്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ജോയിൻ ചെയ്യിപ്പിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ഇതിലേക്ക് വരണം അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ചെയ്ത് മാത്രം എല്ലാവരെയും ഇതിലേക്ക് വരുത്തുന്ന ഒരു പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയുന്ന മെയിൻ ഗൈഡ് ലൈൻസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ ബേസ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ്, ഈ 5 ടോപ്പിക്സ് ആണ് ബേസിക്കലി വരുന്നത്. അപ്പോൾ ഈ 5 ടോപ്പിക്കിൽ നല്ലൊരു ബേസ് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സർവീസ്. അപ്പോൾ അതാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെയ്തു കൊടുക്കുന്നത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരിക്കും ഇന്ത്യയിൽ ഈ ഒരു കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഓൺലൈനിലാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം പല പിള്ളേരാകെ എറണാകുളത്ത് നിന്ന് കുറച്ച് പേര് കോഴിക്കോട് നിന്ന്, കുറച്ച് പേര് തിരുവനന്തപുരത്ത്, അങ്ങനെ പല ഏരിയയിൽ നിന്നുള്ള പിള്ളേരായതുകൊണ്ട് നമുക്ക് ഇതിനൊരു സെന്റർ വെച്ച് നടത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസിങ് വളരെ ഹൈ ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ബേസിക്കലി ഓൺലൈനായിട്ട് തന്നെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഒരുപാട് ഇതുവരെ ഒരു ഇഷ്യൂസും അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഓൺലൈനിൽ തന്നെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഇതിന്റെ നമ്മുടെ ഒരുപാട് പിള്ളേർക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിയതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഇടാറുണ്ട്. ബ്രില്യൻ ബ്രെയിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു കോച്ചിങ്ങിനെ പറ്റിയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ബ്രില്യൻ ബ്രെയിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജോയിൻ ചെയ്യാൻ നമ്മളുടെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം മച്ചാമാരെ, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, BSc ഇൻ നോട്ടിക്കൽ സയൻസ് ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ്, ഈ ഒരു 3 കോഴ്സിനാണ് ഷിപ്പിംഗ് കമ്പനീസ് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത്. അല്ലാണ്ട് CCMC GP റേറ്റിങ്ങിനൊന്നും ഇങ്ങനത്തെ ചെറിയ കോഴ്സിനൊന്നും ഷിപ്പിംഗ് കമ്പനി സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല. അപ്പം ഷിപ്പിംഗ് കമ്പനിക്ക് സ്വന്തമായിട്ട് കോളേജ് ഉണ്ട്. അവിടെ തന്നെ പഠിപ്പിച്ച് അവിടെ തന്നെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ കപ്പലിലോട്ട് തന്നെ എന്താ പറയുക, അവർ ജോലി വാങ്ങിച്ച് തരുന്നൊരു പരിപാടിയാണ് ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആവണോ ചീഫ് എഞ്ചിനീയർ ആവണോ, ഇതിന്റെ സ്റ്റാർട്ടിങ് കോഴ്സുകൾക്ക് മാത്രമേ ഈ സ്പോൺസർഷിപ്പ് തരുന്നുള്ളൂ. അപ്പോൾ മച്ചാമാര്, ഈ സ്പോൺസർഷിപ്പ് കോളേജിൽ എല്ലാണ്ട് നിങ്ങൾ പഠിച്ചാലും ഇങ്ങനത്തെ കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെയുള്ള വീഡിയോയിലും പറഞ്ഞതാണ്, എൻട്രൻസ് എക്സാം പാസ്സായിരിക്കണം. അപ്പോൾ അത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഈ എൻട്രൻസ് എക്സാം പാസ്സായിരിക്കണം കോളേജിൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ്. അപ്പോൾ ഈ എൻട്രൻസ് എക്സാം പാസ്സാവാനായിട്ടാണ് നമ്മുടെ ഈ ബ്രില്യൻസ് ബ്രെയിൻ എന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ സഹായിക്കുന്നത്. ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ മച്ചാമാരെ, ലക്ഷങ്ങളും 50,000 20,000 ഒന്നും അവർ ഫീസ് വാങ്ങലട്ടോ. വളരെ കുറച്ച് ഫീസേ അവർ വാങ്ങുന്നുള്ളൂ. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഷിപ്പിംഗ് ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഫൗണ്ടർ സെക്കൻഡ് എഞ്ചിനീയർ, കപ്പലിൽ വർക്ക് ചെയ്യുന്ന സെക്കൻഡ് എഞ്ചിനീയർ ബേബി സാറാണ്. അപ്പൊ പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടില്ലേ. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ സാധാരണ ഒരു മെറൈൻ കോളേജിൽ പഠിക്കാണ്ട് സ്പോൺസർഷിപ്പ് വഴി പഠിച്ചാൽ നിങ്ങൾ ഈ ജോലിക്ക് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വന്തം നമ്മുടെ കമ്പനിയിൽ തന്നെ നമ്മ ട്രെയിനിങ്ങും കാര്യങ്ങളും പഠിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ ആ കമ്പനിയിൽ തന്നെ നമുക്ക് എന്തായാലും ജോലി ഉറപ്പാണ്. അല്ലാണ്ട് സാധാരണ ഒരു മെറൈൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ കോളേജിന്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു, നിങ്ങളെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി പുറത്തിറക്കുക, അതാണ് അവരുടെ കടമ. അപ്പൊ ആ പൈസ കൊടുത്താല് അവർക്ക് അത്രമേ ഉള്ളൂ. അപ്പൊ വേറെ ഒരു കോളേജും പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജോലി വാങ്ങിച്ചു തരാമെന്ന് ഒരു കോളേജും പറയണില്ലേ ഇന്ത്യയിൽ. പക്ഷേ സ്പോൺസർഷിപ്പ് വഴി പോകുന്ന കമ്പനികളിലെ കോളേജുകൾ അവർ ഗ്യാരണ്ടി തരുന്നുണ്ട്. ഈ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ കോളേജ് പഠിച്ചു കഴിഞ്ഞ് വെൽ ട്രെയിൻഡ് ആയിട്ട് ഇറങ്ങി അവരുടെ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിൽ പാസ്സായാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കപ്പൽ ഡയറക്റ്റ് ജോബിന് കയറാൻ പറ്റും. അപ്പൊ ഈ സാധാരണ പഠിച്ചിട്ട് കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് എല്ലാ കമ്പനിയിലും പോയി CV കൊടുത്ത് കഷ്ടപ്പെട്ട് നിങ്ങൾ ഇന്റർവ്യൂ പാസ്സാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്റർവ്യൂ പാസ്സായാലും അവർ പിന്നെയും പൈസ ചോദിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഈ പോകുന്നത്. അപ്പം മച്ചാമാര്, അതിൻ്റെ ഇടയിൽ കുറെ മീഡിയേറ്ററായ ഏജന്റുമാർ വരും. അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞിട്ടും പിന്നെ ഒരു 3-4 ലക്ഷം വാങ്ങിച്ചിട്ട് 1 കൊല്ലം 2 കൊല്ലം വെയിറ്റ് ചെയ്യിക്കും, എന്നിട്ട് പൈസ പറ്റിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. അപ്പം മച്ചാമാര്, ഇങ്ങനത്തെ റിസ്ക്കും കാര്യങ്ങളും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീൽഡിലോട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ സ്പോൺസർഷിപ്പ് വഴി നിങ്ങൾക്ക് കോളേജിൽ പഠിച്ച് അവരുടെ വഴി തന്നെ നിങ്ങൾക്ക് കപ്പലോട്ട് ജോലി ഉറപ്പാക്കാം. മനസ്സിലായ? അതിനു വേണ്ടി എൻട്രൻസ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഈ ബ്രില്യൻസ് ബ്രെയിൻ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ഹെൽപ്പ് ചെയ്യും മച്ചാമാരെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള ഇങ്ങനത്തെ എൻട്രൻസ് എക്സാമിന് വേണ്ടി കോച്ചിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് സെക്കൻഡ് എഞ്ചിനീയർ സാറെ എന്നെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞത്. അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആയിരിക്കും, യൂസ്ഫുൾ ആയ ഒരു ഇൻഫർമേഷൻ ആണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം മച്ചാമാരെ, എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യട്ടോ. കാരണം എന്ന് വെച്ചാൽ +2 നിങ്ങൾ സയൻസ് പാസ്സായാലും നിങ്ങൾക്ക് ഈ സ്പോൺസർഷിപ്പ് വഴി എൻട്രൻസ് എക്സാമും പാസ്സായാലും നിങ്ങൾക്ക് ഈ സ്പോൺസർഷിപ്പ് വഴി നിങ്ങൾക്ക് അടുത്ത ഡിഗ്രി കോഴ്സ് എന്നൊരു രീതിയിൽ നിങ്ങൾക്ക് BTech മെറൈൻ എഞ്ചിനീയറിംഗോ BSc നോട്ടിക്കൽ സയൻസോ DNSോ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസോ എന്ത് വേണമെങ്കിലും പഠിക്കാം. +2 കഴിഞ്ഞിട്ട് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ സയൻസ് ആയിരിക്കണം +2 എടുത്തിട്ടുള്ളത്.
അപ്പൊ മച്ചമ്മര് ഇത്രയും കാര്യങ്ങളാണ് ഇതിനുള്ളത്. അപ്പൊ വെറുതെ ഒരു DG ഷിപ്പിംഗ് കോളേജിൽ പഠിച്ച് ഇറങ്ങിയിട്ട് ചുമ്മാ ജോലി കിട്ടാണെന്ന് പറഞ്ഞ് നാട്ടിലിരിക്കാനാണോ? അങ്ങനെ നാട്ടിലിരുന്നിട്ട് കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരോടും കൂടിയാണ് പറയണത്, നിങ്ങൾ ഈ ബ്രില്യൻസ് ബ്രെയിൻ എന്ന അക്കാഡമി പോയാൽ ഒരു ഇന്റർവ്യൂ എങ്ങനെ പാസ്സാവും, ഒരു കമ്പനിയിൽ പോയാൽ എങ്ങനെ CV പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അവർ ചോദിക്കണ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ പറയാമെന്നുള്ള കാര്യം ഇവരെ കോണ്ടാക്ട് ചെയ്താൽ ഇവർ കോച്ചിങ് തരുന്നതാണ്. അപ്പൊ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞവരിക്കും ഇതൊരു ബെനിഫിറ്റ് ആണ് മച്ചാമാരെ. അപ്പൊ ബ്രില്യൻസ് ബ്രെയിൻ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോണ്ടാക്ട് ചെയ്യുക. അവരെ കോണ്ടാക്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യട്ടെ മച്ചാമാരെ. അപ്പൊ മച്ചാമാരെ 10 ബാച്ച് ഓൾറെഡി അവർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല ഈ കോളേജിനെ കുറിച്ച്. അപ്പൊ മാക്സിമം ഇതെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഷിപ്പിംഗ് ഫീൽഡിലോട്ട് വരാൻ കൊതിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് പൈസ ഇങ്ങനെ കൊണ്ടേ എന്താ പറയാ ഏജൻസിമാർക്ക് കൊടുത്ത് എന്താ പറയാ ലോണൊക്കെ എടുത്തായിരിക്കും നമ്മൾ പഠിക്കണത്. അപ്പൊ ആ പഠിച്ച പൈസക്ക് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ കറക്റ്റ് ആ ജോലി കിട്ടണം, അല്ലെങ്കിൽ ആ ജോലി കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കൂലേ. അപ്പൊ അങ്ങനെ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഒരായിരിക്കും ഒരു അബദ്ധം പറ്റാണ്ടിരിക്കാനാണ് ഞാൻ പറയണത്. പ്രോപ്പർ കോളേജിൽ പഠിക്കുക. ആ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ആര് നിങ്ങൾ പഠിപ്പിച്ചോ അവര് തന്നെ ജോലി വാങ്ങിച്ചു തരുന്ന ഒരു സ്കീമാണ് ഞാൻ പറയണത്. അപ്പൊ ഇനി ആരും ബുദ്ധിമുട്ട് പറഞ്ഞ എന്നെ മെസ്സേജ് അയക്കരുത്. നല്ലൊരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നേക്കണം. അപ്പം മച്ചാമാരെ ബ്രില്യൻസ് ബ്രെയിനെ കോൺടാക്ട് ചെയ്യുക. കോച്ചിങ് അടിപൊളിയായിട്ട് അവർ ചെയ്തുതരും. ആ ഒരു കോച്ചിങ് എൻട്രൻസ് എക്സാം കഴിഞ്ഞാൽ മച്ചാനെ ഏത് ഓഫീസിലും പൊക്കോ, ഏത് എൻട്രൻസ് എക്സാമിലും പൊക്കോ, നിങ്ങൾ പക്കയായിട്ട് ഇന്റർവ്യൂ പാസ്സായിരിക്കും. അപ്പം മച്ചാമാര് ഒരുപാട് പേരുടെ സംശയത്തിന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി എങ്ങനെ കോളേജിൽ പഠിക്കാം, എൻ്റെ കോളേജിന്റെ അഡ്രസ്സും കാര്യങ്ങളും റെഫറൻസ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. പക്ഷേ അവര് ഒരിക്കലും ജോബ് നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞാൽ ജോബ് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് തരാമെന്ന് ഒരു കോളേജും പറയൂല. ഞാൻ പഠിച്ച കോളേജും പറഞ്ഞിട്ടില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് തെണ്ടി തിരിഞ്ഞ് നടന്ന് ഇന്റർവ്യൂ പാസ്സായാണ് കുറേ പൈസയും കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ടിട്ടൊക്കെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അപ്പം അത്രയും സ്ട്രഗിളും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഇങ്ങനത്തെ സ്പോൺസർഷിപ്പ് വഴി പഠിച്ച് കഴിഞ്ഞാൽ പക്കായിട്ട് നിങ്ങൾക്ക് അവർ തന്നെ ജോലി വാങ്ങിച്ചു തരും. അത് അവർ ഗ്യാരണ്ടി തരും എന്തായാലും. അപ്പോൾ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ബ്രില്യൻസ് ബ്രെയിനെ കോൺടാക്ട് ചെയ്താൽ അറിയാൻ പറ്റും. പക്ഷേ ഈ സ്പോൺസർഷിപ്പിലോട്ട് കടക്കണേക്കാൾ മുമ്പ് ഒരു കടമയാണ് ഈ ഒരു എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞാൽ. ഇത് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചാൽ അത്രയും സെലക്റ്റീവായ അത്രയും നോളജുള്ള ആൾക്കാരെ മാത്രമേ ഈ ഷിപ്പിംഗ് കമ്പനി കോളേജുകളിലോട്ട് അഡ്മിഷൻ അവർ കൊടുക്കുകയുള്ളൂ ആ ഒരു സ്പോൺസർഷിപ്പ് വഴി. അപ്പം അതിന് അത്രയും നോളജും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ചുമ്മാ നിങ്ങൾക്ക് ഒരു കപ്പലിനെ കുറിച്ച് ഒരു നോളജ് ഇല്ലാണ്ട് ഇപ്പം ചുമ്മാ +2 കഴിഞ്ഞിട്ട് ചുമ്മാ അവരുടെ എൻട്രൻസ് എക്സാം പോയി എഴുതാൻ നിന്നാൽ ഭയങ്കര ടഫാണ് മോനെ. IELTS-നേക്കാളും ടഫാണ് ഈ എക്സാം. അപ്പം ഇതിനൊക്കെ ഒരു കോച്ചിങ് സെൻ്ററൊക്കെ നിങ്ങൾ അന്വേഷിച്ചിടന്നാൽ കിട്ടൂല. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഞാൻ എല്ലായിടത്തും എത്തിക്കുന്നത്. അപ്പോൾ ബ്രില്യൻസ് ബ്രെയിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നല്ല നല്ല കമ്പനീസും നല്ല നല്ല കോളേജുകളും, അപ്പം അവർക്ക് എത്ര കപ്പലുണ്ട്, അവരുടെ കമ്പനി എന്തോരം വലുതാണ്, എങ്ങനെ എത്ര രൂപ ശമ്പളം കാര്യങ്ങളൊക്കെ കിട്ടും, എന്താണ് ബെനിഫിറ്റ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും മച്ചാനന്മാരെ. അപ്പം എന്നെ കോണ്ടാക്ട് ചെയ്യണേക്കാളും നല്ലത് അവരെ കോണ്ടാക്ട് ചെയ്യണേണ്. എനിക്ക് 10-60 മെസ്സേജ് ഡെയിലി വരുന്നുണ്ട്. ഞാൻ ഇതൊക്കെ നോക്കാത്ത കാര്യം എന്ന് വെച്ചാൽ സെയിം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒറ്റ വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പം മച്ചാന്മാരെ ബ്രില്യൻസ് ബ്രെയിനിൽ പോയി അവരെ കോച്ചിങ്ങും എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കുക മച്ചാനെ. അടിപൊളി കോച്ചിങ്ങാണ്. അപ്പം കറക്റ്റ് ഫീസും കാര്യങ്ങളും ഓൺലൈൻ ക്ലാസ് എങ്ങനെയാണ്, ഏത് മാസത്തിലാണ് എൻട്രൻസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് മാസത്തിലാണ് ഷിപ്പിംഗ് കമ്പനീസ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ വിളിച്ചാൽ അറിയാൻ പറ്റും മച്ചാന്മാരെ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ +2 കഴിഞ്ഞവരൊക്കെ ഡിഗ്രി കഴിഞ്ഞവരൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പം ഷിപ്പിംഗ് ഫീൽഡിലോട്ട് വരാൻ കൊതിച്ച് നിൽക്കുന്ന കുറേ പേരുണ്ട്. അപ്പം അവർ ഇതറിയാണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞാൽ അവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഷിപ്പിലോട്ട് എത്താനുള്ള കാര്യങ്ങളെല്ലാം ബ്രില്യൻസ് ബ്രെയിൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. കുറേ പേര് കമന്റിലും പറയാനുണ്ട്, വെറുതെ എന്തിനാണ് ഇതൊക്കെ പഠിച്ചിട്ട് ജോലി കിട്ടൂല, ഞാൻ പഠിച്ചിട്ട് വെറുതെ വീട്ടിലിരിക്കുന്നുണ്ട് എന്നൊക്കെ കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ റിയാക്ട് ചെയ്യാൻ പോകാറില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ സത്യാവസ്ഥയൊക്കെ അതൊക്കെ തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ കോളേജുകൾ നിങ്ങൾക്ക് ജോലിയൊന്നും ഓഫർ ചെയ്യണില്ല, പിന്നെ നിങ്ങൾ തന്നെ കഷ്ടപ്പെടണം. അങ്ങനെ കഷ്ടപ്പെടാൻ ആരും നിൽക്കാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കമൻ്റൊക്കെ അവർക്ക് ഇടാൻ സാഹചര്യം വരുന്നത്. അപ്പം പഠിച്ചു കഴിഞ്ഞാലും ജോലിയൊക്കെ കിട്ടും.
അത് നല്ലോണം കഷ്ടപ്പെടണം. ആ ഒരു കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് ഇങ്ങനത്തെ വഴികളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി ജോലി കിട്ടിയില്ല എന്ന് ഒരു കമൻറ്റും എൻ്റെ പ്രൊഫൈലിലോ എൻ്റെ പോസ്റ്റിലോ അടിയിൽ പോയി കമൻറ്റ് ചെയ്യാൻ പാടില്ല വരും. അപ്പം എല്ലാവരും നല്ല പ്രോപ്പർ ഒരു ഡോറ് തന്നെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട് കപ്പലിലോട്ട് പോകാനുള്ളത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി കിട്ടണില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ഞാൻ അതൊക്കെ വിട്ടിട്ട് വേറെ പണിക്ക് പോകണേന്നൊക്കെ ഇനി ആരും പറയണ്ട. മച്ചാമാരെ ബ്രില്യൻസ് ബ്രെയിനെ കോണ്ടാക്ട് ചെയ്യുക. എങ്ങനെ പോകണം, എങ്ങനെ ആ ഒരു ജോബ് നിങ്ങൾക്ക് കരസ്ഥമാക്കണമെന്ന് അവർ പക്കായിട്ട് പറഞ്ഞു തരും. അപ്പം മച്ചാമാരെ ഒരു കാര്യത്തിലും പേടിക്കേണ്ട. കപ്പൽ എന്തായാലും നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങൾക്ക് സ്കില്ലുണ്ടോ, നിങ്ങൾക്ക് അത്ര ആഗ്രഹമുണ്ടോ എന്നാൽ മാത്രമേ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ചുമ്മാ അവരുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്ത് എന്നിട്ട് എനിക്ക് കിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നല്ലോണം എഫേർട്ട് എടുക്കണം, നല്ലോണം പഠിക്കണം. പഠിച്ച് അവർ എൻട്രൻസ് എക്സാം പാസ്സായാൽ അവർ സെലക്ട് ആയി കഴിഞ്ഞാൽ മച്ചാനെ നിങ്ങൾ രക്ഷപ്പെട്ട് അത് കഴിഞ്ഞ് അവരുടെ കോളേജിൽ അടിപൊളി ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി പുറത്തിറങ്ങുക. അവർ എന്നിട്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് കപ്പലിലോട്ട് അവർ കയറ്റിത്തരും. വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല, ഏജന്റിന് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കോളേജിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കമ്പനിക്ക് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ ഡോറ് തുറക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോഴ്സ് എൻട്രൻസ് എക്സാം പ്രോഗ്രാം ഓൺലൈൻ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഇത് ഈ പറഞ്ഞ ഏറ്റവും അവസാനത്തെ കാര്യങ്ങളെല്ലാം നടക്കോട്ടെ. അപ്പം മച്ചാമ്മരെ പക്കായിട്ട് ബ്രില്യൻസ് ബ്രെയിനെ കോണ്ടാക്ട് ചെയ്യുക. ബിബി സാറ് എപ്പോഴും അവിടെ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ ഡൗട്ടും അവർ തന്നെ ക്ലിയർ ചെയ്ത് തരും. കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരും. അതിന് അവരൊരു മടിയും കാണിക്കില്ല എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ഇൻഫോർമേഷൻ വേണോ അത് അവർ പക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടാ. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പം ഇനി ഏതെങ്കിലും കപ്പലിൽ വെച്ച് കാണാൻ വെച്ചാൽ അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക തന്നെ. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പം മച്ചമ്മര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലെ തന്നെ കുറേ കുക്കിംഗ് വീഡിയോസ്, കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോസ്, കടലിലെ കാര്യങ്ങൾ, കപ്പലിലെ കാര്യങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, ഇനി വരുന്നുണ്ട്. അപ്പം മച്ചമ്മര് ഇതെല്ലാം ഞാൻ എൻ്റെ ഡ്യൂട്ടിയുടെ ഇടയിലാണ് ഈ വീഡിയോയും ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇതെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് റെസ്റ്റ് ടൈമിലാണ് ഉറങ്ങാണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കറക്റ്റ് പോർട്ടിന് മുമ്പ് എല്ലാം സെറ്റാക്കി ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ മച്ചാന്മാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പം നാട്ടിൽ വരുമ്പോൾ ഇഷ്ടംമാരെ കാര്യങ്ങളും ഇവൻറ്റ്സും കാര്യങ്ങളും പ്രോഗ്രാമൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ് ടു ഡേറ്റ് കാര്യങ്ങൾ സ്റ്റോറി ആയിട്ട് ഇടുന്നതാണ്. അപ്പം അതറിയാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് മച്ചാന്മാരെ. മാതിരി ഇതുപോലെ കുറേ പേര് നമ്മൾ കപ്പലോട്ട് വരാൻ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുത്തു. ഒരുപാട് ഇപ്പം സാധാരണ വ്ളോഗേഴ്സിൻ്റെ പോലെയല്ലേ ഇവിടെ. അപ്പോൾ ഡ്യൂട്ടിയുടെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത് പാഷൻ്റെ പുറത്താണ്, ഇതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ പുറത്താണ് മച്ചാന്മാരെ. അപ്പം മറ്റുള്ളവർക്കും കൂടി എന്തെങ്കിലും ഉപകാരപ്പെട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സാധാരണ വ്ളോഗേഴ്സിൻ്റെ കൂടെ നാട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കാണിച്ചിട്ട് വൈറലാവാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് നല്ലൊരു ജോബുണ്ട്, നല്ല അടിപൊളി സാലറിയും ഉണ്ട്. അല്ലാണ്ട് ഇതുപോലെ റീച്ച് കിട്ടിയിട്ട് അതിൽ നിന്ന് പൈസ കിട്ടിയിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന എന്നെപ്പോലെ ഉള്ളവരെ എന്താ പറയുക എൻകറേജ് ചെയ്യാനും നിങ്ങളുടെ ഓരോരോ സബ്സ്ക്രൈബും നിങ്ങളുടെ ഓരോരോ ആൾക്കാരുടെ പോസിറ്റീവായിട്ടുള്ള സബ്സ്ക്രൈബും കമൻസും കാര്യങ്ങളാണ് എന്നെ ഇങ്ങനെ എൻകറേജ് ചെയ്ത് ഓരോരോ വീഡിയോ ചെയ്യാനായിട്ട് എന്താ പറയുക മോട്ടിവേഷൻ തന്നെ. അപ്പോൾ മച്ചാന്മാരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.